ബിരിയാണി അരി ചൂടായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തീ കത്തി പിജയുടെ കൈപുണ്യം തുടങ്ങാൻ പോവാണ്. എണ്ണ ഒഴിക്കുകയാണ്. ഗ്രേവി ഉണ്ടാക്കുകയാണ്. ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സവോളൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഗ്രേവി ഉണ്ടാക്കിയിട്ട് ബീഫ് അതിനകത്തോട്ട് ഇട്ടിട്ട് റൈസ് നമ്മൾ വേറെ മിക്സ് ചെയ്യും. അതാണ് ചെയ്യാൻ പോകുന്നത്. പിടിച്ചോ. വടിവാള് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്റെ പരിപാടി ഇളക്കുക വേറെ ഒന്നുമില്ല. അവിടെ എപ്പോഴൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴെടുക്കും. ഞങ്ങൾക്ക് വെറുതെ നടക്കില്ല. പുട്ട് കടുകുവറ പോലെ പുട്ട് സവാള. അയ്യോ ശബ്ദമൊന്നുമില്ല. അത് തന്നെ സവാള ഇടണം. ഇതിൽ ഉപ്പിടും. എന്തിനാ ഉപ്പിടുന്നതെന്ന് അറിയോ? വേഗം വഴച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. ഞാൻ ഫാൻ ഓഫ് ചെയ്യാം. ശബ്ദം വരില്ലേ? ഇഞ്ചി വെളുത്തുള്ളി ഓയിൽ ഒഴിച്ചോളൂ. പിന്നെ ഇളക്കാൻ എനിക്ക് ഇനി ആഗ്രഹം സഹായമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇളക്കെല്ലാണ് സ്വാദ്. ചുമ്മാ പറ്റിക്ക. എനിക്ക് അതേ അറിയൂ കേട്ടോ. കുക്കിങ് എനിക്ക് ഫിജിയുടെ ഏഴെത്തില്ല. ഞാൻ ഞാൻ പഠിക്കുകയും കൂടിയാണ് കേട്ടോ. ഞാൻ സ്റ്റുഡന്റ് കൂടിയാണ് ഈ കാര്യത്തില്. വാങ്ങിച്ചത് മൈജി. ഇനി നെക്സ്റ്റ് എന്താ പറയാ പറയാനുള്ള ഷോപ്പിന്റെ കാര്യം മൈജിയാണ്. വേറൊന്നുമല്ല, എല്ലാം ഡിഷ് വാഷർ അടക്കം മൈജിയാണ്. ഓക്കെ, അടിപൊളിയാണ്. നമുക്ക് ഒരു ദിവസം മൈജി പോകണം. പിന്നെ സവോള വറുത്തത് കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇറച്ചി ഇടുമ്പോൾ ഗ്രേവി നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കാം. മൂക്കട്ടെ, അങ്ങനെ മൂക്കട്ടെ. കിച്ചണൊന്ന് വലുതാക്കിയാലോ എന്ന് ആഗ്രഹമുണ്ട്. കിച്ചൺ പണിയുമ്പോ ഞാൻ മാത്രമായിരുന്നല്ലോ, ഇപ്പൊ ഞങ്ങളുണ്ട്. നിങ്ങള് സപ്പോർട്ട് ചെയ്താ അതന്നെ ഞങ്ങൾക്ക് ലൈക്സും ഷെയർസും ഒക്കെ തരണം കേട്ടോ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ലൈക്കും ഷെയറും പിന്നെ ബെൽബട്ടൺ അമർത്തി പൊട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി 2 കിച്ചണാണ്. വലിയ കിച്ചൺ. ശ്രീദേവിക്ക് നിൽക്കാൻ പാകത്തിലും എനിക്ക് നിൽക്കാൻ പാകത്തിലും. ഇതേ ഞാൻ ഗരം മസാല ആഡ് ചെയ്തു. ശ്രീദേവിയാണ് മുളക് പൊടി ഇടുന്നത്. മുളക് പൊടി മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ചീത്താക്കണം. ഞാൻ ഇടുന്നില്ല. മഞ്ഞപ്പൊടി മാത്രം പീടിയ പൊടിയാണ്. അധികം വേണ്ട. ഓക്കെ, അന്ന് കഴിഞ്ഞ പ്രാവശ്യം അതിരപ്പള്ളി മല്ലിപ്പൊടി ഞാനിട്ട് കലക്കിയത്. ഇതിപ്പോ ബീഫിലേക്കുള്ളതാണ് കേട്ടോ ചെയ്യുന്നത്. ബീഫ് റെഡിയാക്കാം. ഇടും 1 എന്തായാലും ഇടുന്നു. 2 3 അര 3 മുളക് പൊടി ഇട്. മതി മതി. എനിക്ക് മുളക് പൊടി ഇട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിന് അധികം ആവശ്യമില്ല. നല്ല കളറും നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ. 1 ഇട്ടു, 2 3 4 ഞങ്ങൾക്ക് 4 5. ഓക്കെ, ഇനി വേണം. ഇതിങ്ങനെ ആവട്ടെ കേട്ടോ. ഇവിടെ ചോറ് റെഡിയാണ്. ഇട്ടിട്ടുണ്ട്. നേരെ വെന്ത് കഴിയുമ്പോൾ ഗാർണിഷിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഉള്ളി വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് തിന്നാണ് എടുത്തിട്ട്. കാഷ്യൂ ഉണ്ട്, കിസ്മിസ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്. കഴിച്ച വണ്ണം കൊടുക്കട്ടെ. വെറുതെ പറഞ്ഞാട്ടോ, കളിയാക്കിയിട്ട്. ഞാൻ ഒരാളെ കളിയാക്കി പറഞ്ഞതാണ് ഗൈസ്. നിങ്ങളെല്ലാവരും പറയണം ശ്രീദേവിനോട് വണ്ണം കുറയ്ക്കാൻ. മടിച്ചി കുഞ്ഞാറാണ് കേട്ടോ, മടിച്ചി. ആരെങ്കിലും പറഞ്ഞാ ഞാൻ വണ്ണം കുറയ്ക്കാൻ. ഇന്നലെ ഞാൻ 4
പണികളൊക്കെ കഴിച്ചിട്ട് വിളിച്ചിട്ട് എണീക്കണോ? എണീറ്റിട്ടില്ല, 9 മണിയായിട്ട് എഴുന്നേറ്റിട്ട്. നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്യാം, എന്റെ വണ്ണം കുറഞ്ഞ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഉണ്ടെങ്കിൽ ഞാൻ കുറയ്ക്കാം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം, ശ്രീദേവിയുടെ വണ്ണം കുറയ്ക്കുക, വണ്ണം കുറയ്ക്കുക, വണ്ണം കുറയ്ക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്യാണ്. ഞാനിതിനകത്ത് വെറുതെ ഒന്നും ചേർത്തിട്ടില്ല. ബീഫ് ഉപ്പും സവോളയും മാത്രം ഇട്ടിട്ട് വെറുതെ വേവിച്ചെടുത്തേക്കാം. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. ശ്രീദേവി കഴിച്ചതാണ് അല്ലേ? ഞാനിത് തൈര് ഒഴിക്കും. തൈര് ഒഴിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാണ് ശ്രീദേവി പറയും? സോഫ്റ്റ് ആവണം. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് വെക്കുക, സോഫ്റ്റ് ആവാൻ. നിങ്ങൾക്ക് തോന്നും കുഴഞ്ഞു എന്ന്, പക്ഷെ കുഴഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ ഡ്രൈ ആവും. ഇതിങ്ങനെ പിടിക്കണം. കയ്യിൽ കൊട്ട ഇത് വീട്ടിലാണ് വീണ്ടും വാർത്ത ചെയ്യാം. കയ്യിൽ കൊട്ട ഞാൻ പാസ് ചെയ്തു. വെള്ളം പോയിട്ട് ഇതിലേക്ക് ഇടുന്നോട്ടാ. നല്ല ടേസ്റ്റ്, നല്ല എരി. ഉപ്പ് വേണോടാ കുറച്ചുകൂടി? വേണ്ട, ഉപ്പുണ്ട്. സലാഡ് ഇവിടെ നമ്മുടെ മമ്മിയുടെ അച്ചാറുണ്ടാവില്ലോ ഒത്തിരി എന്തെങ്കിലും? ഇല്ല, ഞാൻ സാലഡ് ഉണ്ടാക്കും. നമുക്ക് ദം ചെയ്യൂട്ടാ. ഇത്ര നേരം ദം ചെയ്യാൻ വെച്ചേക്കായിരുന്നു കേട്ടോ. ഞാനിനി ഒന്ന് പത്ത് മിക്സ് ചെയ്യാണ്. നല്ല മല്ലിയില ഉണ്ട്, മല്ലിയില ഇടണം. കുറച്ചും കൂടി നേരം ഒന്ന് ഇതാവാനുണ്ട്. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോൾ എന്താ പറയാ, ഒരു മഞ്ഞയും വെള്ളയും കൂടി കളറിൽ കിടക്കുന്നതല്ലേ ഭംഗി അല്ലേ? യെസ്. ഇനി നമുക്ക് ഇതിടാം. ഇനിയാണ് എന്താ പറയാ, ഞങ്ങളിങ്ങനെ ഒരു പിടിപിടിക്കും. ഓക്കെ, ഞാൻ മല്ലിയില എടുത്തിട്ട് വരാം. അതുവരെ ദം ചെയ്തിരിക്കണം. ഞാൻ കത്തിയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അരിയുന്നതാണ് ഇഷ്ടം. ഇത് നല്ല ഭംഗിയായിട്ട് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അരിഞ്ഞു എന്നിട്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്യും. കേക്ക് എടുത്ത് അരിയാൻ ഇത് ഈസിയാണ് കേട്ടോ. ഈ എന്താ പറയുക റെസിപ്പി നമ്മൾ എന്താ പറയുക ഗ്രേവി ഉണ്ടാക്കാം. അരി വേവിച്ച് അതിനകത്തിടാം. ഞാൻ നെയ്യ് യൂസ് ചെയ്തില്ല, വേറെ ഒന്നുമല്ല, നെയ്യ് ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്വാദുണ്ട് കേട്ടോ, നല്ലതാണ്. കാണുമ്പോൾ അറിയാലോ. നെയ്യ് ചേർക്കുന്നത് നല്ലതാണെങ്കിൽ RKG തന്നെ പറയാം, RKG. അപ്പോൾ എൻ്റെ ബിരിയാണി ശരിയായി. ഞാൻ ജസ്റ്റ് ഒന്നൊരു 5 മിനിറ്റ് മൂടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇളക്കാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ഇടാൻ പോവാണ്. ഓമ്മേ, അസാധ്യമാണ് കേട്ടോ. നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതിൽ ബീഫിൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബിരിയാണി ഇങ്ങനത്തെ പാത്രത്തിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ തട്ടും. അങ്ങനെ ആക്കാനാണ് എൻ്റെ ഉദ്ദേശം. ആവുമെന്നറിയില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഹോട്ടലിൽ മാറി നിൽക്കണം. അല്ല കേട്ടോ, നല്ല നല്ല അടിപൊളി ഹോട്ടലൊക്കെ കിട്ടിട്ടോ ഇരിങ്ങാലക്കുടയിൽ. എനിക്കിഷ്ടമുള്ള ചില ഹോട്ടലുകളുള്ളൂ. അതിലൊന്ന് ഇരിങ്ങാലക്കുടയിലുള്ളതാണ്. പിന്നെ പണ്ട് കാസിനോ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് ബിരിയാണി കഴിച്ചാൽ സ്വാദ് ഇപ്പോഴും എൻ്റെ നാളും കുടുംബത്തിൽ ഉണ്ടെന്ന് തന്നെ പറയാം. ഇത് കണ്ടോ, എൻ്റെ ബിരിയാണി ദമ്മായി പ്ലേറ്റുകളുടെ കളക്ഷനാണ്. അവിടെ ഞാനിങ്ങനെ പ്രസ്
ചെയ്തിട്ടില്ല ശ്രീദേവി സാലഡ് ഉണ്ടാക്കിയിട്ടില്ല. സാലഡ് ഉണ്ടെന്നാണ് വിചാരിച്ചോ, അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ശ്രീദേവി, താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ്. താങ്ക് യു.